ഇപ്പോൾ ഞാനുള്ളത് അയർലൻഡിലെ സിറ്റി സെൻറ്ററിലാണ്. ഇവിടെ ഇന്ന് സെൻറ്റ് പാട്രിക് ഡേയുടെ പരേഡ് കഴിഞ്ഞിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണുള്ളത്. പരേഡ് കഴിഞ്ഞ് അരമണിക്കൂർ ആയതേ ഉള്ളൂ. സിറ്റി സെൻറ്ററിൻ്റെ ഹൃദയഭാഗങ്ങൾ ഇവിടുത്തെ സർക്കാർ സംവിധാനം എത്രയും വേഗത്തിൽ ക്ലീനാക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അയർലൻഡിൽ ഞാൻ പുതിയ ആളായതുകൊണ്ടായിരിക്കാം ഈ പരേഡിന് ശേഷം കണ്ട കാഴ്ചകൾ എന്നെ ഏറെ അത്ഭുതപ്പെടുത്തി. ആ കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. അയർലൻഡിൻ്റെ സ്ഥിര കേന്ദ്രമാണ് ഈ കാണുന്ന സ്പയർ. ഏത് ടൂറിസ്റ്റുകൾ അയർലൻഡിലെത്തിയാലും ഡബ്ലിനിലെ ഈ സിറ്റി സെൻറ്റർ ഈ വീതികളിലൂടെ കടന്നു പോകാത്തവർ ആരും തന്നെ ഉണ്ടാകില്ല. ഇതിപ്പോൾ പരേഡ് കഴിഞ്ഞിട്ട് എല്ലാവരും വീട്ടിലേക്ക് മടങ്ങുന്ന കാഴ്ചയാണ്. ഏകദേശം 5 ലക്ഷം പേർ ഈ പരേഡിൽ പങ്കെടുക്കുമെന്നാണ് അറിഞ്ഞത്. അത്രമാത്രം തിരക്കേറിയ ഒരു പരേഡാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളിലൊന്നാണ് സെൻറ്റ് പാട്രിക് ഡേ. അതിൻ്റെ പരേഡ് കാണാൻ എല്ലാ രാജ്യത്തു നിന്നുമുള്ള ആൾക്കാർ ഈ സിറ്റി സെൻറ്ററിലേക്ക് കുതിച്ച് എത്താറുണ്ട്. അയർലൻഡിൻ്റെ വിവിധ ഭാഗങ്ങളിലായി സെൻറ്റ് പാട്രിക് ഡേയുടെ ആഘോഷങ്ങളും പരേഡുകളും മറ്റ് വർണ്ണക്കാഴ്ചകളും ഒക്കെയും അരങ്ങേറുമ്പോൾ ഇന്ത്യക്കാരുൾപ്പെടെ ആയിരങ്ങൾ പതിനായിരങ്ങൾ ഈ ആഘോഷങ്ങളിൽ പങ്കാളികളാകുന്നു. ഈ ദൃശ്യവിരുന്നുകൾ കാണുവാനായി ഇവിടേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പരേഡെല്ലാം അവസാനിച്ച് എല്ലാവരും വീട്ടിലേക്ക് മടങ്ങുകയാണ്. ഞാൻ ഈ ഹൃദയഭാഗത്താണ്, ഡബ്ലിൻ്റെ സിറ്റി സെൻറ്ററിലെ ഹൃദയഭാഗത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ആൾക്കാരെല്ലാവരും മടങ്ങിപ്പോകുന്ന ഒരു ദൃശ്യം കാണുന്നു. എന്നെ അതിശയിപ്പിച്ച ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങളുടെ മുൻപിലേക്ക് കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നത് ഒരു വണ്ടി ഇവിടെ കിടക്കുന്നത് കാണാം. ഇതാണ് ഈ പരേഡ് കാണുവാൻ എത്തിയവർക്ക് ഇരിക്കുവാനായി ഒരുക്കിയിരിക്കുന്ന ഇരിപ്പിടങ്ങളാണ് ഈ കാണുന്നത്. എൻ്റെ മോന് ആ സീറ്റിലൊക്കെ ഒന്ന് ഇരുന്നിട്ട് എഴുന്നേറ്റ് വരുന്നു. കഴിഞ്ഞ 30 വർഷം ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അവിടെ നമ്മുടെ റിപ്പബ്ലിക് ദിന പരേഡിന് ഇതേപോലെയുള്ള ഒരുക്കങ്ങൾ കാണാറുണ്ട്. ഏകദേശം ഡിസംബർ അവസാനം മുതൽ അവിടുത്തെ ഒരുക്കങ്ങൾ ആഘോഷിക്കും. റിപ്പബ്ലിക് ദിന പരേഡ് നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ആഘോഷവും പരേഡുകളുമാണ്. അതിൻ്റെ ഒരുക്കങ്ങൾ അവിടെ മാസങ്ങൾക്ക് മുൻപ് ആരംഭിക്കുന്നതാണ്. ഇപ്പോൾ നമ്മളിവിടെ കണ്ട ഈ ഇരിപ്പിടങ്ങളൊക്കെ അവിടെ ഒരുക്കാനായി മാസങ്ങളോളം തയ്യാറെടുപ്പുകൾ നടത്തിയാണ് ഇത്തരം ഇരിപ്പിടങ്ങൾ അവിടെ തയ്യാറാക്കി എടുക്കുന്നത്. എൻ്റെ ഓഫീസിലേക്കുള്ള യാത്ര എന്നും ഇന്ത്യ ഗേറ്റിന് മുൻപിൽ കൂടെ ആകുമ്പോൾ ദിവസവും ഞാൻ ആ കാഴ്ചകൾ കാണാറുണ്ട്. ആയിരങ്ങൾ പണിയെടുത്ത് വളരെ കഷ്ടപ്പെട്ടാണ് ആ പന്തലും ഇരിപ്പിടങ്ങളും ആ പരേഡിനായിട്ടുള്ള കാഴ്ചകളൊക്കെ അവിടെ തയ്യാറാക്കുന്നത്. പക്ഷെങ്കിൽ ഈ ഒരു പവലിയൻ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് വെറും 15 മിനിറ്റ് കൊണ്ടാണ്. ഇത് ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകുന്നതും വെറും 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ടാണ് ഇതേ പ്രകാരം ഇവിടെ നിന്നും എടുത്തുകൊണ്ട് പോകുന്നത്.
നമ്മൾ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും ഇവിടെ നിർത്തി പണിതെടുത്ത സംവിധാനമാണ് എന്ന് കരുതുന്ന പോലെയാണ് ഇതിൻ്റെ രൂപകൽപ്പന. എന്തുകൊണ്ട് ഈ സിസ്റ്റങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യയിൽ നടപ്പിലാക്കുന്നില്ല എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. ഏകദേശം 200 പേർക്ക് ഇരിക്കാവുന്ന ഒരു ഇരിപ്പിടമാണിത്. ഇതേപോലെ നിരവധി കണ്ടെയ്നറുകൾ ഇങ്ങനെ നിരത്തി റോഡിൻ്റെ സൈഡിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ വളരെ നിസ്സാരമായിട്ട് വളരെ ചെലവ് ചുരുക്കിക്കൊണ്ട് ഏറെ ലാഭകരമായ രീതിയിൽ ഇത്തരം സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്താൻ കഴിയും. ഇന്ത്യയിൽ ഇതുവരെയും എനിക്കിത് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ഞാൻ കാണാത്തതായിരിക്കാം. ഇതൊരു കണ്ടെയ്നറിലാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ പേര് മൊബൈൽ ഗ്രാൻഡ് സ്റ്റാൻഡ് എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഇത് എനിക്ക് തോന്നുന്നു യൂറോപ്പിലും അമേരിക്കയിലും മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെയും ഇത് ഉപയോഗിക്കുന്നുണ്ടാകാം. ഞാൻ ഏതായാലും ഇവിടെ ആയാലും എവിടെയായാലും ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് എനിക്കതൊരു അതിശയവും അത്ഭുതകരവുമായി തോന്നി. വളരെ അനായാസം യൂസ് ചെയ്യുന്നതാണ്. പരേഡ് കഴിഞ്ഞ് 30 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. എങ്കിൽ കൂടി ശുചീകരണ പ്രവർത്തകരൊക്കെയും കളത്തിലിറങ്ങിക്കഴിഞ്ഞു. എൻ്റെ സുഹൃത്തിനെ തേണ്ടി ഇവിടെ നിൽക്കുന്നത് കാണുന്നു. അദ്ദേഹം എന്തോ ഹാപ്പിയാണെന്നറിയോ? അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ എടുക്കാനാണ് പറഞ്ഞത്. അദ്ദേഹം നമ്മളോടൊപ്പം സന്തോഷം പങ്കിടുന്ന സുന്ദരമായ കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. സുഹൃത്ത് ഫോട്ടോ എടുക്കണ്ട എന്ന് പറഞ്ഞുവെങ്കിലും അവരൊക്കെ നമ്മളോട് ഒത്തിരി സഹകരിക്കുന്നവരാണ്. ഇവിടുത്തെ പ്രധാന നിരത്തുകളാണ്. ഇവിടുത്തെ ശുചീകരണം വെള്ളം ഒഴിച്ച് ഒന്നാന്തരമായിട്ട് ക്ലീൻ ചെയ്യുന്ന കാഴ്ച. നിരവധി വണ്ടികളാണ് അതിനായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഈ റോഡ് ഉടൻ തന്നെ ക്ലീൻ ചെയ്തെടുക്കേണ്ടതുണ്ട്. കാരണം ഇത് ഇവിടുത്തെ പ്രധാന റോഡുകളിലൊന്നാണ്. ഇതുവഴി ബസ് ഓടുന്നുണ്ട്. ഈ റോഡിൽ കൂടി തന്നെ ട്രെയിൻ ഓടുന്നുണ്ട്. അതുകൊണ്ട് നിരവധി വാഹനങ്ങളാണ് ശുചീകരണത്തിനായി അവർ ഇറക്കിയിരിക്കുന്നത്. 1 മണിക്കൂറിനകം തന്നെ ഇവിടെ മൊത്തം ക്ലീൻ ചെയ്ത് ബസ്സുകൾ ഓടാനുള്ള സംവിധാനം ഉടൻ തന്നെ ഇവിടെ അവരൊരുക്കുന്നതാണ്. നമ്മൾ കണ്ട പവലിയൻ എടുക്കാൻ വന്നിരിക്കുന്ന വണ്ടിയാണിത്. ഈ വണ്ടിയിൽ കയറ്റി ഈ കണ്ടെയ്നർ ഇവർ ഇവിടെ നിന്ന് ഉടൻ തന്നെ നീക്കുന്നതാണ്. ഈ കണ്ടെയ്നർ ഓടിക്കുന്ന ഡ്രൈവർ തന്നെയാണ് ഈ പവലിയൻ എല്ലാം അത് മടക്കി ഒടിച്ചു മടക്കി എല്ലാം സെറ്റ് ചെയ്ത് മാറ്റുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇത് ഒന്ന് അഴിച്ചെടുക്കണമെങ്കിൽ ഒരു 25-30 ജോലിക്കാരുടെ ആവശ്യകത അവിടെ ഉണ്ടാകും. ഇവിടെ വളരെ നിസ്സാരമായി ആ ഒരു ഡ്രൈവറും ഒരു സഹായിയും മാത്രമാണ്. ഇവിടെ 2 പേരുടെ ആവശ്യം ഉള്ളതുകൊണ്ട് അവർ 2 പേർ. അല്ലെങ്കിൽ ഇവിടുത്തെ സാധാരണ വണ്ടികളിലൊക്കെ ഒരാൾ മാത്രമേ, ഡ്രൈവർ മാത്രമേ കാണത്തുള്ളൂ. അദ്ദേഹം തന്നെയാണ് ലോഡ് ഇറക്കുന്നതും കയറ്റുന്നതും എല്ലാം. മിഷ്യൻ്റെ സഹായം ഉപയോഗിച്ചാണെങ്കിൽ കൂടി ഒരാൾ മാത്രമേ വണ്ടിയിൽ കാണത്തുള്ളൂ. നമ്മുടെ നാട്ടിലൊരു പക്ഷെങ്കിൽ ഈ ടെക്നോളജികളൊന്നും ഇറക്കാത്തത് തൊഴിലില്ലാത്ത നിരവധി പേര് നമ്മുടെ നാട്ടിൽ തൊഴിലിനായി ഓടുമ്പോൾ ഇത്തരം സംവിധാനങ്ങളൊക്കെ വന്നാൽ നിരവധി പേരുടെ തൊഴിൽ നഷ്ടപ്പെടും എന്നുള്ളത് പേടിച്ചിട്ടായിരിക്കാം ഇത്തരം സംവിധാനങ്ങളിലേക്ക് നമ്മൾ തൽക്കാലം മാറാതിരിക്കുന്നത്. എന്തുതന്നെയായാലും ഇത് വളരെ സിമ്പിളായിട്ട് ഉപയോഗിച്ച്
നിമിഷ നേരങ്ങൾക്കുള്ളിൽ നമുക്ക് ആ സ്ഥലത്തു നിന്നും മാറ്റി പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കാൻ കഴിയുന്ന സംവിധാനങ്ങളാണ് ഈ കാണുന്നതൊക്കെയും. ഈ കണ്ടെയ്നർ ലാസ്റ്റ് ഭാഗമാണ്. ഇതുകൂടെ മടക്കി കഴിഞ്ഞാൽ ഇത് ഒരു കണ്ടെയ്നറായി മാറുന്നതാണ്. അത് കഴിഞ്ഞ് ഈ വണ്ടിയിൽ ഇത് വലിച്ചുകൊണ്ട് പോകാൻ കഴിയും. ഇത് കണ്ടപ്പോൾ എനിക്ക് ഒരു പുതുമയായിട്ട് തോന്നിയതുകൊണ്ട് നിങ്ങളിലേക്ക് എത്തിച്ചേക്കാം എന്ന് കരുതി അതുകൊണ്ട് ഒരു വീഡിയോ എടുത്തതാണ്. ഇത് മുൻപ് കണ്ടിട്ടുള്ളവർക്ക് പുതുമയല്ല എന്നറിയാം. കാണാത്തവർക്കായി ഇത് സമർപ്പിക്കുന്നു. വണ്ടി കയറ്റുകയാണ്. കയറ്റി ഇപ്പോൾ ഇത് വലിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പോകുന്നതാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള വീഡിയോകൾക്കായി കാത്തിരിക്കുക. താങ്ക് യു. ഞങ്ങൾ വീഡിയോ പകർത്തിയ ഈ 20 മിനിറ്റ് കൊണ്ട് തന്നെ അവർ അവിടെ ഉണ്ടായിരുന്ന 4 കണ്ടെയ്നർ അവിടെ നിന്നും മാറ്റിക്കഴിഞ്ഞു. ഏകദേശം 800 പേർക്ക് ഇരിക്കാവുന്ന ഇരിപ്പിടങ്ങളാണ് അവിടെ നിന്ന് മാറ്റിയത്. 800 പേരുടെ ഒരു പന്തൽ നമുക്ക് നാട്ടിലിടണമെങ്കിൽ എത്ര ചിലവ് വരും, എത്ര മണിക്കൂറത്തെ പ്രയത്നം, എത്ര ദിവസത്തെ പ്രയത്നം വേണമെന്ന് നമുക്ക് തന്നെ ഊഹിക്കാവുന്നതാണ്. ഇത് വളരെ നിമിഷ നേരം കൊണ്ട് അവിടെ കൊണ്ട് സ്ഥാപിക്കുകയും അവിടെ നിന്ന് അത് എടുത്തു മാറ്റുകയും ചെയ്യുന്ന അത്യപൂർവ കാഴ്ചയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. 200 പേരുടെ പന്തൽ മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ ഷെഡിലേക്ക്. അടുത്ത പരിപാടിക്കായി അവർ കാത്തിരിക്കും. ഈവൻറ്റ് എക്യുപ്മെൻറ്റ് ഹയർ എന്നാണ് ഇതിൻ്റെ പേര്. രാജവീഥികളെല്ലാം വളരെ ക്ലീനായി കഴിഞ്ഞു. നമ്മുടെ നാട്ടിലെ ഉത്സവപ്പറമ്പും അല്ലെങ്കിൽ പെരുന്നാൾ കഴിഞ്ഞിട്ട് ആ പ്രദേശമൊക്കെ എത്ര ദിവസമെടുക്കും ഒന്ന് ക്ലീനായി ഇതേ രൂപത്തിലൊന്ന് കിട്ടണമെങ്കിൽ. താങ്ക് യു.